ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്രോസ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. മാക്രോസ് ആൻഡ് മാക്രോ പ്രീപ്രൊസസ്സേഴ്സ്. മാക്രോ നിങ്ങൾ സി പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ C++ പഠിക്കുന്ന സമയത്ത് മാക്രോ എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഹാഷ് ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻലൈൻ ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുന്ന സമയത്തൊക്കെ മാക്രോ എന്നുള്ളൊരു നെയിം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സബ് റൂട്ടീൻ എന്താണെന്നറിയാം അല്ലേ? സബ് റൂട്ടീൻ എന്താണ്? ഫംഗ്ഷനായിട്ട് എഴുതുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് കോഡ്സിനെ എഴുതുന്നതിനെയാണ് നമ്മൾ സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ ഇപ്പോൾ ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് കോഡ്സ് ആയിരിക്കും. ആ കോഡ്സ് നിങ്ങളൊരു പെർട്ടിക്കുലർ എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്നതായിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ ആയാലും സബ് റൂട്ടീനൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാക്രോസ്, മാക്രോ വിൽ ബി എക്സ്പാൻഡ്. അതായത് നമ്മൾ എവിടെ നിന്നാണോ കോൾ ചെയ്യുന്നത് അവിടെ ആ മാക്രോ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നോക്കാം. Macros are used to provide a program generation facility through macro expansion. അതാണ് പറഞ്ഞത്. മാക്രോ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൂടെ എഴുതുന്ന ഒരു ചെറിയ സെറ്റ് കോഡായിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ആ കോഡ് എഴുതിയിരിക്കുന്നത് അത് അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാക്രോൻ്റെ ഡെഫിനിഷൻ നോക്കാം. എ മാക്രോ ഇസ് എ യൂണിറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻ ഫോർ പ്രോഗ്രാം ജനറേഷൻ ത്രൂ എക്സ്പാൻഷൻ. അപ്പോൾ യൂണിറ്റ് ഓഫ് സ്പെസിഫിക്കേഷൻ ആണ്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫോർ പ്രോഗ്രാം ജനറേഷൻ. ഒരു പ്രോഗ്രാം ജനറേഷന് വേണ്ടിയിട്ടുള്ള സം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്നത്. എ മാക്രോ കൺസിസ്റ്റ് ഓഫ് എ നെയിം, എ സെറ്റ് ഓഫ് ഫോർമൽ പാരാമീറ്റേഴ്സ് ആൻഡ് എ ബോഡി ഓഫ് കോഡ്. അപ്പോൾ നെയിം ഉണ്ടാവും മാക്രോന്. ആ നെയിമിൻ്റെ കൂടെ നമ്മൾ ഫംഗ്ഷൻ്റെ കൂടെയൊക്കെ കൊടുക്കുന്ന പോലെ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാകും. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നില്ലേ? ആക്ച്വൽ പാരാമീറ്റർ, ഫോർമൽ പാരാമീറ്റർ എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ സം ഫോർമൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ആൻഡ് അതിൻ്റെ കൂടെ ഒരു സം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ബോഡി ഓഫ് കോഡ് എന്ന് പറയുന്നത് സം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ടാവും. ദ യൂസ് ഓഫ് എ മാക്രോ നെയിം with a set of actual parameters is replaced by some code generated from its body. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പ്രോഗ്രാമിൽ ഈ മാക്രോൻ്റെ നെയിമും അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സും ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമലി മാക്രോൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും വിത്ത് ബോഡീൻ്റെ അത് ശരിക്കും എന്താ ഉണ്ടാവുക? ഫോർമൽ പാരാമീറ്റർ വെച്ചിട്ടായിരിക്കും ബോഡി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഫോർമൽ പാരാമീറ്റേഴ്സിനെ നമ്മൾ പാസ് ചെയ്യുന്ന ആക്ച്വൽ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ഈ ബോഡി ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ശരിക്കും അവിടെ ഒരു എക്സിക്യൂഷൻ തന്നെയാണ് നടക്കുന്നത്. ബട്ട് അതിനെ നമ്മൾ എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത്. രണ്ട് കൈൻഡ്സ് ഓഫ് എക്സ്പാൻഷൻ ആണ് മെയിനായിട്ടുള്ളത്. ഒരെണ്ണം എന്ന് പറയുന്നത് ലെക്സിക്കൽ എക്സ്പാൻഷൻ ആണ്. Lexical expansion implies a replacement of a character string by another character string during program generation. അപ്പോൾ ലെക്സിക്കൽ എക്സ്പാൻഷൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ സ്ട്രിങ്ങിനെ വേറൊരു ക്യാരക്ടർ സ്ട്രിങ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പാസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ സ്ട്രിങ് ആണെങ്കിൽ അതിനെ വെച്ചിട്ട് ആക്ച്വലി ഉള്ളൊരു ക്യാരക്ടർ സ്ട്രിങ്ങിനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെക്സിക്കൽ എക്സ്പാൻഷൻ ഈസ് ടിപ്പിക്കലി എംപ്ലോയ്ഡ് ടു റീപ്ലേസ് occurrence of formal parameters by corresponding actual parameters. അപ്പോൾ ശരിക്കും നമ്മൾ ലെക്സിക്കൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യുന്നത് നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പാസ് ചെയ്യുന്ന നമ്മുടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. നമ്മളിപ്പം ഇൻറ്റ് എ ബി എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഫാക്ട് ഓഫ് ഇൻറ്റ് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക? ഫാക്ട് ഓഫ് 5 അല്ലെങ്കിൽ ഫാക്ട് ഓഫ് 6 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 6നെ എന്ത് ചെയ്യും? നമ്മൾ അവിടെയുള്ള ആ ഇൻറ്റ് എ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് ആ എ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അത് എ ഈക്വൽ ടു 6 എന്ന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതുപോലുള്ള സ്ട്രിംഗ് റീപ്ലേസ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ലെക്സിക്കൽ എക്സ്പാൻഷൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സെമാൻറ്റിക് എക്സ്പാൻഷൻ ആണ്. സെമാൻറ്റിക് എക്സ്പാൻഷൻ ഇംപ്ലൈസ് ജനറേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടൈലേർഡ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് സ്പെസിഫിക് യൂസേജ്. അതായത് നമുക്ക് ഒരു മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ സം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സിക്യൂഷനാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സിക്യൂഷനാണ് ശരിക്കും സെമാൻറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ജനറേഷൻ ഓഫ് ടൈപ്പ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്
for manipulation of byte and word operands. Semantic expansion is characterized by the fact that different uses of a macro can lead to codes which differ in the number, sequence and opcodes in instruction. അതായത് നമ്മളൊരു മാക്രോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ നമ്മുടെ യൂസേജിനനുസരിച്ചിട്ടാണ് മാക്രോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ യൂസേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് എഴുതി ചേർക്കേണ്ടി വരുന്ന കോഡ്സിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ആ സീക്വൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് മാക്രോ ഡെഫിനിഷൻ ആൻഡ് കോൾ. മാക്രോ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. എ മാക്രോ ഡെഫിനിഷൻ ഈസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ എ മാക്രോ ഹെഡർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് മാക്രോ എൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. മാക്രോ ഹെഡറിൻ്റെയും മാക്രോ എൻഡിൻ്റെയും ഇടയിലായിരിക്കും നമ്മൾ മാക്രോൻ്റെ ഡെഫിനിഷൻ. ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോൻ്റെ ഉള്ളിൽ എഴുതുന്ന നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുക. മാക്രോ ഡെഫിനിഷൻസ് ആർ ടിപ്പിക്കലി ലൊക്കേറ്റഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എ പ്രോഗ്രാം. നമ്മൾ സി പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളെപ്പോഴും മാക്രോസ് ഡിഫൈൻ ചെയ്യാറുണ്ടായത്. എ മാക്രോ ഡെഫിനിഷൻ കൺസിസ്റ്റ് ഓഫ് എ മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. മാക്രോൻ്റെ പ്രോട്ടോടൈപ്പ് എന്താണെന്നുള്ളത് ഉണ്ടാവും. അതുപോലെ വൺ ഓർ മോർ മോഡൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് മാക്രോ പ്രീപ്രൊസസർ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത്രയായിരിക്കും നമ്മളൊരു മാക്രോ ഡെഫിനിഷൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. The macro prototype statement declares the name of a macro and the names and kinds of its parameters. അപ്പോൾ മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മാക്രോ നെയിമും അതുപോലെ തന്നെ അതിൻ്റെ പാരാമീറ്ററിൻ്റെ കൈൻഡും ഒക്കെ ഡിക്ലെയർ ചെയ്യും. ആൻഡ് എ മോഡൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം വിച്ച് എൻ അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ് മേ ബി ജനറേറ്റഡ് ഡ്യൂറിങ് മാക്രോ എക്സ്പാൻഷൻ. അപ്പോൾ മോഡൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാക്രോ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് ഈ മോഡൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അസംബ്ലി ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ എ പ്രീപ്രൊസസർ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ഓക്സിലറി ഫങ്ഷൻസ് ഡ്യൂറിങ് മാക്രോ എക്സ്പാൻഷൻ. അപ്പോൾ പ്രീപ്രൊസസർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്സിലറി ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്രോ പ്രോട്ടോടൈപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക നോക്കുക. മാക്രോ നെയിം ഉണ്ടാവും, ദെൻ ഫോർമൽ പാരാമീറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ഈ ഫോർമൽ പാരാമീറ്റർ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ജസ്റ്റ് മാക്രോ നെയിം മാത്രം വെച്ചാൽ മതി. പാരാമീറ്റേഴ്സ് എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുത്താൽ മതി. അപ്പോൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. മാക്രോ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. വെർ മാക്രോ നെയിം അപ്പിയേഴ്സ് ഇൻ ദ ന്യൂമോണിക് ഫീൽഡ് ഓഫ് ദ അസംബ്ലി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫോർമൽ പാരാമീറ്റർ സ്പെസിഫിക്കേഷൻ ഈസ് ഓഫ് ദ ഫോം പാരാമീറ്റർ നെയിം പാരാമീറ്റർ കൈൻഡ്. അപ്പോൾ നമ്മൾ മാക്രോ നെയിം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ന്യൂമോണിക് ആഡ് സബ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂമോണിക് ഫീൽഡ് എഴുതുന്നില്ലേ, ആ ഒരു ഫീൽഡിലാണ് മാക്രോൻ്റെ നെയിം കൊടുക്കുന്നത്. ദെൻ പാരാമീറ്റർ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമാറ്റിലായിരിക്കും ഉണ്ടാവുക. അതായത് ആംബർസാൻഡ് പാരാമീറ്റർ നെയിം ഉണ്ടാവും, ദെൻ അതിൻ്റെ പാരാമീറ്റർ കൈൻഡ് അത് ഓപ്ഷണലാണ്. പാരാമീറ്റർ കൈൻഡ് വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അപ്പോൾ ഈ ആംബർസാൻഡ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുകയെന്ന് ഓർമ്മിക്കാം. Then macro call എങ്ങനെയാണ് ഉണ്ടാവാം. A macro is called by writing a macro name in the mnemonic field of an assembly statement. The macro call has the syntax macro name ഉണ്ടാവും, ആക്ച്വൽ പാരാമീറ്റർ ഉണ്ടാവും. സോ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഈ മാക്രോൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് ആ മാക്രോനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ INCR എന്ന് പറയുന്നത് മാക്രോ ആണ്. അപ്പോൾ INCR മാക്രോനെ ഡിഫൈൻ ചെയ്തിട്ട് നോക്കുക. മൂന്ന് ഫോർമൽ പാരാമീറ്റേഴ്സാണ് ഉള്ളത്. അതായത് ആംബർസാൻഡ് മെമ്മറി വാല്യൂ, ആംബർസാൻഡ് ഇൻക്രിമെൻറ്റ് വാല്യൂ, അതുപോലെ തന്നെ ആംബർസാൻഡ് രജിസ്റ്റർ. അപ്പോൾ നമ്മൾ എവിടുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, INCR എവിടെയെങ്കിലും കാണുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ INCR എന്ന് പറയുന്ന മാക്രോനെ കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക്രോ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതവിടെ മാക്രോ വെച്ചിട്ടാണ് മാക്രോ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ എൻഡ് ചെയ്തിരിക്കുന്നത് നോക്കുക, മെൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് മാക്രോ ഡെഫിനിഷൻ എൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ നെയിമാണ് INCR എന്ന് പറയുന്നത്. INCR മാക്രോ ആണ് നെയിം. ദെൻ ഇതിൻ്റെ അകത്ത് ഉള്ളിൽ ചെയ്യുന്ന പെർഫോമൻസ് നോക്കുക. നിങ്ങൾ ആദ്യം മൂവ് രജിസ്റ്റർ ആണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഈ ഒരു രജിസ്റ്ററിലേക്ക് ഈ മെമ്മറി വാല്യൂനെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം
ഈ രജിസ്റ്റർ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇൻക്രിമെൻറ്റ് വാല്യൂ എത്രയാണോ ഇൻക്രിമെൻറ്റ് വാല്യൂ കൊടുത്തിരിക്കുന്നത് ആ ഇൻക്രിമെൻറ്റ് വാല്യൂ ആഡ് ചെയ്യുന്നു. അതിനുശേഷം മെമ്മറിയിലേക്ക് എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ വാല്യൂയിലേക്ക് ഈ മെമ്മറി വാല്യൂവിനെ ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുക്കുന്ന സമയത്ത് പാരാമീറ്റേഴ്സിൻ്റെ കൂടെ പാരാമീറ്റർ കൈൻഡ് കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹിയർ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പാരാമീറ്റർ കൈൻഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനെ കൊടുക്കാണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ പൊസിഷണൽ പാരാമീറ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പാരാമീറ്റർ കൈൻഡ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ മെം വാല്യൂ, ഇൻക്രിമെൻറ്റ് വാല്യൂ, അതുപോലെ തന്നെ REG എന്നൊക്കെ പറയുന്നത് പൊസിഷണൽ പാരാമീറ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മൂവ് രജിസ്റ്റർ, ആഡ്, മൂവ് എം എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മോഡൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇവിടെ പ്രീ പ്രൊസസ്സർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, മോഡൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രജിസ്റ്ററിലേക്ക് മെമ്മറിയിലെ വാല്യൂ കോപ്പി ചെയ്യുന്നു, ദെൻ രജിസ്റ്റർ വാല്യൂ ഈ ഇൻക്രിമെൻറ്റ് വാല്യൂ ആഡ് ചെയ്യുന്നു, ദെൻ രജിസ്റ്റർ വാല്യൂവിനെ മെമ്മറി വാല്യൂയിലേക്ക് തിരിച്ച് കോപ്പി ചെയ്തിടുന്നു. അതാണ് ഇവിടെ ചെയ്യുന്ന ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു INCR കോൾ ചെയ്യുകയാണെങ്കിൽ INCR നമ്മൾ 3 വാല്യൂ വെച്ചിട്ട് INCR കോൾ ചെയ്യുന്നു. ഇപ്പം ഒരു 1012 ദെൻ ഒരു രജിസ്റ്റർ വാല്യൂ, ആ രജിസ്റ്റർ ബി രജിസ്റ്റർ എന്നിട്ട് ഒരു രജിസ്റ്റർ വാല്യൂയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രജിസ്റ്ററിലേക്ക് നിങ്ങളുടെ മെമ്മറിയിലെ വാല്യൂവിനെ കോപ്പി ചെയ്യും. ദെൻ ആ മെമ്മറി വാല്യൂ ആയിട്ട് നമ്മളിപ്പോൾ 2 ആണ് ഇൻക്രിമെൻറ്റ് വാല്യൂ കൊടുത്തിരിക്കുന്നത്, ആ 2 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യും. അതിനുശേഷം റിസൾട്ടിനെ അഗെയിൻ മെമ്മറി വാല്യൂയിലേക്ക് കോപ്പി ചെയ്യും. നമുക്ക് ലൊക്കേഷൻ കൗണ്ടർ ഇൻക്രിമെൻറ്റേഷനൊക്കെ ചെയ്യേണ്ട സമയത്ത് LC = LC+2 എന്ന് പറയുന്ന ഒരു ആക്ഷൻ എപ്പോഴും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ഈ മാക്രോനെ കോൾ ചെയ്താൽ മതി, ഇൻക്രിമെൻറ്റേഷൻ എന്നിട്ട് മാക്രോനെ കോൾ ചെയ്താൽ മതി. LC പ്രോസസ്സിംഗ് ഈ മാക്രോ ചെയ്തു തരും നമുക്ക്. നമ്മൾ പാസ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് എന്തായിരിക്കും, LCയിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള വാല്യൂ, ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട വാല്യൂ ഏതാണ്, ദെൻ ഒരു രജിസ്റ്ററും കൊടുക്കുക, ഫ്രീ ആയിരിക്കണേ. അപ്പോൾ ആ രജിസ്റ്ററിലേക്ക് LCയിലെ വാല്യൂ കോപ്പി ചെയ്യും, ദെൻ ഇൻക്രിമെൻറ്റ് വാല്യൂ ആഡ് ചെയ്യും, തിരിച്ച് ആഡ് ചെയ്ത വാല്യൂ LCയിലേക്ക് തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ LC ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് LC പ്രോസസ്സിംഗ് മാക്രോ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് മാക്രോ എക്സ്പാൻഷനെ പറ്റിയിട്ട് പറയാനുള്ളത്, ഡെഫിനിഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മാക്രോ എക്സ്പാൻഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം.